ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ HSA ഫിസിക്കൽ സയൻസും HSST ഫിസിക്സും രണ്ടും ഒരേ സമയത്താണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ ഈ രണ്ട് എക്സാമുകൾ തമ്മിലും ഏകദേശം ഒരു 2 മാസത്തെ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ നല്ല 2 ഗോൾഡൻ ചാൻസ് ആണ് അല്ലേ? സുവർണ അവസരമാണ്. അപ്പോൾ ആ അവസരം നമ്മൾ മുതലാക്കണം. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം എന്ന രീതിയിൽ ചിന്തയൊന്നും വേണ്ട, രണ്ടും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഒരാഴ്ചത്തെ ടൈം ടേബിളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് തന്നെ വീണ്ടും അങ്ങോട്ട് അടുത്ത മാസങ്ങളിലായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോവാം. ഈ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി എങ്ങനെ ചേർത്ത് പഠിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7 വരെ ഉണ്ട്. പിന്നെ ഈ ആദ്യത്തെ കോളത്തിൽ കാണുന്ന HSC ഫിസിക്കൽ സയൻസും ഇത് HSST ഫിസിക്സും ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിലബസ് നന്നായിട്ടൊന്ന് നോക്കണം, ഒന്ന് പഠിക്കണം സിലബസ്. അപ്പോൾ ഈ സിലബസിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാവും, രണ്ടിലും ജനറൽ ടോപ്പിക്സ് ഉണ്ട്. HSA ഫിസിക്കൽ സയൻസിലാണെങ്കിൽ അല്ലെങ്കിൽ HST ഫിസിക്കൽ സയൻസിലാണെങ്കിൽ 20 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക്സ് വരും. മറ്റെവിടെയാണെങ്കിൽ 30 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക്സുമാണ് വരുന്നത്. ഓക്കെ, ആ 30-ൽ 20 മാർക്ക് റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്, 10 മാർക്ക് അതിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ ടോപ്പിക്സിൽ കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ കോമൺ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകർ അത് കോമൺ ആണ്. പിന്നെ നമ്മുടെ കറണ്ട് അഫെയേഴ്സും ജനറൽ നോളജും കോമൺ ആണ്. പിന്നെ റിസർച്ച് മെത്തഡോളജിയൊക്കെയാണ് അഡീഷണൽ ആയിട്ട് HSSTയിൽ കുറച്ച് വരുന്നത്. ബാക്കി ഇത് കോമൺ ആണ്, ഏകദേശം ഒരു 75% കോമൺ ആണ്. അപ്പോൾ ആ കോമൺ സിലബസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഒരൊറ്റപ്പെടുത്തം ജനറൽ ടോപ്പിക്സിന് വരണം. അതായത് ജനറൽ ടോപ്പിക്സ് Day 1-ൽ, ഇപ്പോൾ തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കുക, Day 1-ൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ജനറൽ ടോപ്പിക്സ് ഏറ്റവും നന്നായിട്ട് നോക്കണം. രണ്ടിനും കൂടി ചേർത്ത് വേണം നോക്കാനായിട്ട്. 2 സിലബസും വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ രീതി വേണം പഠിക്കാൻ. ഓക്കെ, ഇതേ ജനറൽ ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് ഡേ പഠിക്കുന്നത് Day 4-ൽ പഠിക്കുകയും വേണം. Day 4-ൽ നിങ്ങൾ ജനറൽ ടോപ്പിക്സ് റിവിഷൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ജനറൽ ടോപ്പിക്സ് റിവിഷൻ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ Day 1 എന്ന് എടുക്കുമ്പോൾ Day 1 2ആയിട്ടാണ് മുറിക്കേണ്ടത്. ഒരു 10 മണിക്കൂർ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂർ ഒരു സെഷൻ, 4 മണിക്കൂർ ഒരു സെഷൻ, അല്ലെങ്കിൽ 5 മണിക്കൂർ ഒരു സെഷൻ, മറ്റൊരു 5 മണിക്കൂർ ഒരു സെഷൻ, അങ്ങനെ വേണം എടുക്കാൻ. അപ്പോൾ Day 1-ൽ 2 സെഷനും 10 മണിക്കൂർ ആണെങ്കിൽ ആ 10 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ ടോപ്പിക്സ് തന്നെ പഠിക്കണം. ആ ആഴ്ചയിൽ തന്നെ അതിന് റിവിഷൻ ഇടാൻ കാരണമുണ്ട്. നമ്മൾ സബ്ജക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ജനറൽ ടോപ്പിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയൊക്കെ ഓർത്താലും അത് റിവിഷൻ ചെയ്യാതെ മനസ്സിൽ കിട്ടില്ല. അപ്പോൾ എല്ലാ ആഴ്ചയും അത് പഠിക്കുകയും അത് റിവൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് തലയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ തന്നെ അതിന് റിവിഷൻ ഇട്ട് പോകേണ്ടത്, കേട്ടോ. അപ്പോൾ ഒരു സെഷനിൽ, അതായത് ഒരു ദിവസത്തെ 2 സെഷനിൽ ഒരു ഭാഗം നമ്മൾ ജനറൽ ടോപ്പിക്സ് റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നിങ്ങൾ HST Day 2 ആണെങ്കിൽ HST ഫിസിക്കൽ സയൻസിലെ ഫിസിക്സ് ഫസ്റ്റ് സെഷനിൽ പഠിക്കണം. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ ഫിസിക്സ് പഠിക്കണം. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, HSSTയുടെ ഫിസിക്സ് പഠിക്കണം. അപ്പോൾ ഇതിലും കുറച്ച് കോമൺ ഭാഗങ്ങളുണ്ട്. പാർട്ടിക്കിൾ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ കുറച്ച് ഒരുപാടൊന്നുമില്ല, വളരെ ചർച്ചയുള്ളൂ. എങ്കിലും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഒക്കെ കുറച്ച് കോമൺ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം. പക്ഷെ മനസ്സിലാക്കണം അത്. അപ്പോൾ രാവിലെ HSAയുടെ ഫിസിക്സ് പഠിക്കുക, ഉച്ച കഴിഞ്ഞ് HSSTയുടെ ഫിസിക്സ് പഠിക്കുക. ഓക്കെ, പിന്നെ Day 3-ലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, HSTയുടെ കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്, HSSTയുടെ ഫിസിക്സ് നിങ്ങൾ പഠിക്കണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അത് പഠിക്കുക. Day 4-ലാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം, HSAയുടെ ജനറൽ ടോപ്പിക്സ് റിവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. Day 5-ലാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം, വീണ്ടും കെമിസ്ട്രി പഠിക്കണം. പിന്നെ വൈകിട്ട് ഫിസിക്സ് പഠിക്കണം, HSSTയുടെ ഫിസിക്സ് പഠിക്കണം. ഓക്കെ, Day 6-ലാണെങ്കിൽ നിങ്ങൾ HSTയുടെ ഫിസിക്സ് പഠിക്കണം, ഇവിടെ HSSTയുടെ ഫിസിക്സ് പഠിക്കണം. ഓക്കെ, Day 7-ലാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഫിസിക്സ് പഠിക്കണം, അതായത് ഫുൾ ഡേ. അതാണ് ഞാനിങ്ങനെ ഇവിടെ ഫിസിക്സ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഫുൾ ഡേ ഫിസിക്സ് തന്നെ പഠിക്കണം. രാവിലെയും പഠിക്കണം, ഉച്ച കഴിഞ്ഞ് നിങ്ങൾ HSSTയുടെ ഫിസിക്സ് ആണ് പഠിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഫിസിക്സ് ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം വരുന്ന പരീക്ഷ HSST ഫിസിക്സ് ആണ്, ശരിയല്ലേ? ആദ്യം വരുന്ന പരീക്ഷ HSST ഫിസിക്സ് ആണ്. അപ്പോൾ HSSTയുടെ ഫിസിക്സ് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ അതിനുവേണ്ടി തന്നെയുള്ള ജനറൽ ടോപ്പിക്സും ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഫിസിക്സുകാർക്ക് പൊതുവേ കെമിസ്ട്രി കുറച്ച് പാടായതുകൊണ്ട് ഇവിടെ നിങ്ങൾ കെമിസ്ട്രിയാണ് കൂടുതൽ പഠിക്കേണ്ടത്.
ഈ ഒരു ഫിസിക്സ് ഒഴിവാക്കി ഇവിടെ കൂടി കെമിസ്ട്രി ഇട്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല പിള്ളേരെ, കുഴപ്പമില്ല. കാരണം 2 മാസം ഗ്യാപ്പ് ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് കലണ്ടർ അനുസരിച്ചിട്ട് 2 മാസം ഗ്യാപ്പ് കിട്ടാം, 2 1.5 മാസം ഗ്യാപ്പ് കിട്ടാം. ആ 2 മാസം മതി നമുക്ക് ഫിസിക്സുകാർക്ക് ഫിസിക്സ് പഠിച്ചെടുക്കാൻ വേണ്ടി. കാരണം നിങ്ങൾ ഈ ഫിസിക്സ് പഠിക്കുമ്പോൾ കുറച്ച് ടച്ചിലാകും സബ്ജക്റ്റിൽ. അപ്പം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ, മലയാളത്തിൽ കൂടി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമുക്കിങ്ങനെ നോക്കി നോക്കി പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലായതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം പകുതിയും പിന്നെ ഒരു ദിവസം പകുതിയും ഫിസിക്സ് HSAയുടെ പഠിക്കണമെന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ കണ്ടിങ്ങനെ നോക്കി പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമുക്കിത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. എന്നിട്ട് ആ HSAയുടെ മുന്നേ നമുക്ക് ഈ ഫിസിക്സ് കുറച്ച് കൂടുതലിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ടച്ചായി നിൽക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു സിലബസ് നമുക്ക് ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാം. പിന്നെ നമ്മുടെ പ്രയോറിറ്റി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില ആളുകൾക്ക് HSST പറ്റുണ്ടാവില്ല എന്നുള്ള ആളുകളുണ്ടാവും. അവർക്ക് HSA മതി അല്ലെങ്കിൽ ഞാൻ അതേ പഠിക്കൂ എന്ന് വിചാരിക്കുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. HSST മതി എന്ന് ചിന്തിക്കുന്ന ആൾക്ക് അങ്ങനെ HSSTയിലേക്ക് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. മനസ്സിലായി? ഇപ്പം ഞാനായിരുന്നെങ്കിൽ രണ്ടും ഈ രീതിയിലായിരിക്കും പഠിക്കേണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓരോ ആളുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്, നമ്മുടെ പ്രയോറിറ്റിയും ഡിഫറെൻ്റ് ആണ്, നമ്മുടെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളായിട്ടും നമ്മുടെ കോഴ്സിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ ഡൗട്ട് ക്ലിയറൻസ് ഉൾപ്പെടെ നമ്മൾ തരുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ 100% 150% നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനുള്ളൊരു സെറ്റപ്പും സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. കാരണം ഇനി ഒരു HSST അല്ലെങ്കിൽ HSA കാത്തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രായമായവർക്കാണെങ്കിൽ ഏജ് ഓവർ ആവും, മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ടച്ചൊക്കെ വിട്ട് കുറച്ച് അങ്ങോട്ട് വേറെ പരിപാടിക്ക് പോയാൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആവരുത്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ച്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യത്തെ 5 റാങ്കിൽ എത്തുക എന്നുള്ളൊരു ടാർഗറ്റ് മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. താങ്ക് യു.